നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ പനീർ കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, പനീർ മസാല. അപ്പോൾ നമുക്ക് പനീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ അതീവ രുചിയിൽ ഉണ്ടാക്കാവുന്ന ഒരു മസാലയാണ് പനീർ മസാല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, പകരം മസ്റ്റാർഡ് ഓയിൽ, റൈസ് ബ്രാൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്നിവ ഒഴിക്കാം. അതിനുശേഷം കനം കുറച്ച് അരിഞ്ഞ സവാള ഇതേപോലെ ഒന്ന് ഞെവിടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ചേർത്ത് ഒരു 1.5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയൊക്കെ ചേർത്ത് ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 10 അണ്ടിപ്പരിപ്പ്, 10 ബദാം എന്നിവ ചേർത്ത് കൊടുക്കാം. ബദാമും അണ്ടിപ്പരിപ്പും ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് മാത്രമല്ല, കറിക്ക് നല്ല കുറുക്കും കിട്ടും. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ജീരകം, കറുത്തേലയ്ക്ക, സാദാ ഏലയ്ക്ക, കറുവപ്പട്ട, ജാതിപത്രി, ഗ്രാമ്പു, ബേലീഫ് എന്നിവ ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത്രയും സാധനം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടും. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചേർത്ത് കൊടുത്ത് മസാലയുമായി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് സോട്ട് ചെയ്യുക. അതിനുശേഷം മിക്സി കഴുകിയ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സി കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മസാലയൊന്ന് ലൂസാക്കാനായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പനീറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ. ഇനി ഇതിനകത്തേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഒനിയനും ഒക്കെ വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താണ്.
ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ പോരായ്മയുണ്ട്. അപ്പോൾ നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 പച്ചമുളക് നെടുകെ പിളർന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പച്ചമുളകൊക്കെ ചേർത്ത് അന്നേരം തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡിയായിട്ടുണ്ട്. പൊറോട്ട, ചപ്പാത്തി, ചോറ്, റൊട്ടി എന്നിവയുടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ പനീർ മസാല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.